ശബരിമല തീർത്ഥാടകർക്ക് അടിയന്തരമായ സൗകര്യമൊരുക്കാൻ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരെ കയറ്റിവിടരുതെന്നും കോടതി വ്യക്തമാക്കി. ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിനെ തുടർന്ന് അവധി ദിനത്തിലെ പ്രത്യേക സിറ്റിംഗിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, അവധി ദിവസമായിട്ട് കൂടി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിക്കൊണ്ട് ഹൈക്കോടതി വീണ്ടും ശബരിമല തീർത്ഥാടകരുടെ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം എന്തൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ? ലക്ഷ്മി, ക്രിസ്മസിന് ഹൈക്കോടതി അടച്ചിട്ടിരിക്കുകയാണ്. അവധി ദിവസമായിട്ട് കൂടി അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തിക്കൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശബരിമലയിൽ അനിയന്ത്രിതമായിട്ടുള്ള തിരക്ക് വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, തിരക്ക് വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തുകയും പൊൻകുന്നം, പാല, വൈക്കം ഭാഗങ്ങളിൽ അയ്യപ്പ ഭക്തർ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അടിയന്തര സൗകര്യങ്ങൾ ഉടൻ ഉറപ്പാക്കണമെന്നാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടൽ നടത്തി നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഈ ചുക്കുവെള്ളം, ഒപ്പം തന്നെ ബിസ്ക്കറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ അതുമൊക്കെ ഉറപ്പാക്കണമെന്നുകൂടി ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് ഇല്ലാതെ കടന്നു വരുന്നവരെ അത് കയറ്റിവിടരുത് എന്നുള്ള ഒരു നിർദ്ദേശവും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചതാണ്. വെർച്വൽ ക്യൂ വഴിയോ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗോ വഴിയോ ബുക്ക് ചെയ്യാതെ വരുന്ന ആളുകളെ കയറ്റിവിടരുതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഒപ്പം തന്നെ നേരത്തെ പോലീസിന്റെ ആവശ്യപ്രകാരം 80,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10,000 സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ഒരു കണക്കൊക്കെ തന്നെ അട്ടിമറിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിങ്ങോ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങോ ഇല്ലാത്തവരെ കടത്തിവിടരുതെന്നാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്മേലാണ് നേരത്തെ ഹൈക്കോടതി ഈ വിഷയം സ്വമേധയാ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ട് നടപടികൾ എടുത്തത്. എന്തായാലും നിലവിൽ ഈ കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇന്ന് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണർക്ക് വേണ്ടിയിട്ട് അമിക്കസ് ക്യൂറിയും പോലീസും ഹൈക്കോടതിയിൽ വ്യക്തമാക്കണം. ഒപ്പം തന്നെ നാളെ ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹൈക്കോടതി മുഖാന്തരം ദേവസ്വം ബോർഡ് വ്യക്തമാക്കണം. ഇന്ന് സിറ്റിംഗ് നടന്ന വേളയിൽ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇടത്താവളങ്ങളിൽ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോരായ്മകളിൽ അല്ലെങ്കിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ വേഗത്തിൽ തീർപ്പാക്കുമെന്നാണ് ഹൈക്കോടതി മുൻപാകെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഏതു വിധത്തിൽ പുരോഗമിച്ചു എന്നുള്ളതും ഹൈക്കോടതി വിലയിരുത്തും.